സിവിൽ സർവീസ് പരിശീലനത്തിന് വന്നു, സിവിൽ സർവീസ് പരിശീലനം നേടി. ഇതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്ന നിരവധിയാണ്. പലപ്പോഴും സിവിൽ സർവീസിലേക്ക് വന്ന് സിവിൽ സർവീസ് മിസ്സായാൽ പോലും നമ്മുടെ മുമ്പിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ. UPSC ഇന്റർവ്യൂ വരെ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ ഒരുപാട് ജോബ്സിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതുപോലെ തന്നെയുള്ള നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ജോലിക്ക് കയറാൻ സാധിക്കും. മികച്ച പാക്കേജിൽ തന്നെയുള്ള ജോലികളാണ് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ടോപ്പായിട്ടുള്ള കമ്പനികളിൽ ഇന്ന് ഈ റെസ്യൂമെ UPSC ഷെയർ ചെയ്യുകയും അവിടെ തൊഴിൽ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സിവിൽ സർവീസ് കോച്ച് അല്ലെങ്കിൽ മെന്റർ ആവുക എന്നുള്ളത്. ഇന്ന് നിരവധി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുടനീളമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകനായി ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് പാക്കേജിൽ തന്നെ ഒരു അധ്യാപകനായി പ്രവർത്തിക്കുവാനുള്ളൊരു അവസരം നിങ്ങളുണ്ട്. ഒപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരുങ്ങുമ്പോൾ പാരലലി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റ് എക്സാംസ് എഴുതും. പല വിദ്യാർത്ഥികൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. അവർ സിവിൽ സർവീസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറിച്ച് അവർക്ക് കുറയാൻ തുടങ്ങും. എന്നാൽ മറ്റ് എക്സാംസ് കൂടി ഒപ്പം എഴുതി പോവുകയാണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് വലിയൊരു ബൂസ്റ്റായി. അപ്പം നമ്മളുടെ ബന്ധുക്കൾ, അച്ഛനമ്മമാർ, അവർക്കൊക്കെ ആ മറ്റു ജോലികളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇയാൾക്ക് കഴിവുള്ള ആളാണ് എനിക്കൊരു ബോധ്യമാകുന്നത്. അപ്പോൾ പ്രിപ്പറേഷന് കൂടുതൽ സമയം നമുക്ക്. രണ്ട്, എക്സാം കോമ്പറ്റൻസി വളർത്തിയെടുക്കാനുള്ള സഹായകരമാണ്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റ് എക്സാംസുകളിൽ എഴുതി പോകുന്നതും നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. സിവിൽ സർവീസ് പരിശീലനം ഒരിക്കലും നഷ്ടമല്ല. അത് വേണ്ട രീതിയിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വകാര്യ മേഖലയിൽ നിന്നൊരു സിവിൽ സർവീസ് പരിശീലനം നേടിയ ആളാണ് എന്ന് കണ്ടാൽ ഇന്ന് സ്ഥാപനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുക. ഈയിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു വിദ്യാർത്ഥി പറയുകയുണ്ടായി, ഫോറ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന് പോയത് സിവിൽ സർവീസ് പരിശീലനം ഒരു വർഷം നടത്തി എന്നുള്ളതായിരുന്നു അവരിൽ കണ്ട ഏറ്റവും പോസിറ്റീവായിരുന്നു. ഉടൻ തന്നെ ആ വിദ്യാർത്ഥിനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു മാറ്റം. അപ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഈ അറിവ് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്താൻ കൂടി തയ്യാറാവുകയാണെങ്കിൽ സിവിൽ സർവീസ് പരിശീലനം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ആ സാധ്യതകളൊക്കെ തന്നെ ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ടേക്ക്